സംവരണ വിരുദ്ധത അത് എൻ്റെ ആശയമല്ല. പക്ഷെ പലരും ഡീഫോൾട്ടായിട്ട് വിചാരിക്കാൻ തുടങ്ങി ഞാൻ സംവരണ വിരുദ്ധനാണ്. SC/STക്ക് മാത്രം സംവരണം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നാണ് രവിചന്ദ്രൻ സി ഒക്കെ പറയുന്നത്. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം പറയാനുള്ള അറിവ് എനിക്കില്ല. എല്ലാ ഫ്രീ തിങ്കേഴ്സ് ഓർഗനൈസേഷനുകൾക്കും അവരുടേതായ ഒരു ബൈലോ വെച്ച് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവർക്കൊരു ലോഗോ ഉണ്ട്. ഈ ലോഗോ എന്ന് പറയുന്ന ഒരു ഗോത്ര ചിഹ്നമാണ്. അരിവാൾ ചുറ്റിയ നക്ഷത്രം ആയാലും സ്വസ്തിക ആയാലും ഗോത്രങ്ങൾ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് അവരുടെ മുഖത്ത് അടിക്കുന്ന ടാറ്റു. അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്നതിന്റെ ഭാഗമായിട്ട് ദൈവവിശ്വാസത്തെ എതിർക്കേണ്ടി വരും. ദൈവവിശ്വാസത്തിൽ മൊത്തത്തിലൊരു സംശയം വന്ന സമയത്ത് എത്തീസ്റ്റായിട്ട് ചമഞ്ഞ് വിശ്വാസികളെടുത്ത് പോയി തർക്കിക്കും. ഞാനൊരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടൊന്നും സ്വയം കാണുന്നില്ല. നാട്ടിനെ നന്നാക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും പറയുന്നതുകൊണ്ട് ഗുണം ചെയ്യുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന ചിന്ത മാത്രമാണ്. ഒരു ഇരുത്തം വന്നൊരു നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരാളെ ചവിട്ടുന്നു, അയാൾ വീഴുന്നത് കാണിക്കുന്നില്ല, പക്ഷെ അയാൾ വീഴുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതെങ്ങനെയാണ്? സിനിമയിൽ ശരിക്കും വണ്ടറാണ് നടക്കുന്നത്, നമ്മൾ കാണുന്നില്ലല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജീവിതത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ജീവിതത്തിന്റെ ഉദ്ദേശം ജീവിക്കുക എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തോടുകൂടി നമ്മൾ ജനിക്കുന്നതല്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവികളും എങ്ങനെയെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യാന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നിയമം എന്താണ്? നിയമം ഒരു റെസ്ട്രിക്ഷനാണ്. നിങ്ങളിൽ നിന്നും മറ്റുള്ളവരെ സംരക്ഷിക്കാനാണ് നിയമം. നിങ്ങൾ തോന്നിയ ദിവസം കാണിച്ച് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ മൂക്കിന് മുമ്പിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ടൈം ട്രാവൽ സിനിമകളുടെ ഭാഗമായി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതേ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറയുമ്പോഴും അറിഞ്ഞുകൂടാത്തവരൊക്കെ ടൈം ട്രാവലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ടൈം ട്രാവൽ രസകരമാണ്, നമ്മൾ ചിന്തിക്കുമ്പോൾ രസകരമാണ്. കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ രസം കൂടുതൽ അനുഭവപ്പെടും. പക്ഷെ ശരിക്കും ഈ ടൈം ട്രാവലിൻ്റെ ഒരു ഫിക്ഷൻ അപ്പുറത്തേക്ക് ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ എത്രത്തോളം അറിവുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ എവിടം വരെ എത്തി? ഈ സമയം എന്ന് പറയുന്ന ആശയം ശരിക്കും ഭൗതികശാസ്ത്രത്തിലെ വളരെ ദുർഗ്രാഹ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം അതെന്താണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് 100% പ്രിസൈസ് ആയിട്ടുള്ളൊരു ഉത്തരവില്ല. നമുക്ക് പറയാവുന്നൊരു കാര്യം പ്രിസൈസ് ആയിട്ടുള്ള ഉത്തരവില്ല എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം ഒരു അളവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സമയത്ത് ആക്കുന്നുണ്ട്. നമ്മൾ ടൈം കീപ്പിംഗ് എന്ന രീതിയിൽ വാച്ചും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കലണ്ടറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ അളക്കാനാണ്. അപ്പോൾ അതിന് അളവായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്സിലെ മറ്റളവുകളെ പോലെ ഒന്നുമല്ല ഈ അളവ്. ബാക്കി പറഞ്ഞ ഓഡ് വൺ ഔട്ടാണ്. പക്ഷെ അതേസമയം എൻ്റെ തിയറട്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം, ഈ പ്രപഞ്ചം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഈ വാക്ക് ഉണ്ടാക്കുന്ന ഒരു മെന്റൽ ഇമേജ് പ്രശ്നമുള്ളതാണ് ഞാൻ പിന്നെ ജാമ്യം പോലെ പറയുന്നത്. പ്രപഞ്ചം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഈ ചുറ്റുപാടുകൾ ഉൾപ്പെടുന്ന പ്രപഞ്ചം. ആ വാക്ക് കേൾക്കുമ്പോൾ പക്ഷെ ഉടനെ അങ്ങ് വലിയ ഗാലക്സികൾ അങ്ങനെ പോകണമെന്നില്ല. ഇത് മൊത്തം ഉൾപ്പെടുന്ന ആ പ്രപഞ്ചം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സ്പേസ് ടൈം ആണ്. അതിന് സ്പേസും ഉണ്ട് ടൈമുണ്ട്, രണ്ടും കൂടെ ചേർന്നത് ഒരു വസ്ത്രത്തിൻ്റെ ഊടും പാവും എന്ന് പറയുന്നത് പോലെയാണ് സമയവും ഈ സ്ഥലവും സ്പേസും ടൈമും ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ ജീവി എന്ന നിലയിൽ നമ്മുടെ അനുഭവം അങ്ങനെയല്ല. നമ്മുടെ അനുഭവം രണ്ടും വെവ്വേറെ കാര്യങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതായത് നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോൾ നമുക്കിടയിലുള്ള ദൂരം ഇതൊരു സ്പേസിൽ അളക്കുന്ന കാര്യമാണ്. നമ്മൾ എത്ര നേരമായി സംസാരിക്കുന്നു അത് ടൈമിൽ അളക്കുന്നതാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്തടുത്തിരുന്ന് സംസാരിച്ചാലും ദൂരെ ഇരുന്ന് സംസാരിച്ചാലും ഇതുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല നമ്മൾ എത്ര നേരമായി സംസാരിക്കുന്നത്. പക്ഷെ അത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ ഇന്ദ്രിയങ്ങൾക്കും ശരീര വലിപ്പത്തിനും ഒക്കെ അനുസരിച്ച് നമ്മൾ ഇടപെടുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗം വളരെ പരിമിതമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിൽ ഇങ്ങനെയല്ല. അവിടെ നിങ്ങൾ എത്ര വേഗത്തിൽ പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ക്ലോക്കിൻ്റെ വേഗത മാറും, മാസ് മാറും. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ വെച്ച്, നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ട് നമുക്ക്, മെന്റൽ ഇമേജ്. അത് ബ്രേക്ക് ആവാത്തതിന് കാരണം നമ്മൾ അത്തരം അനുഭവങ്ങളുടെ പരിധിയിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നതെന്നുള്ളതാണ്. അതല്ലാത്ത എക്സോട്ടിക് ആയിട്ടുള്ള അനുഭവങ്ങളിലേക്ക് പോകുന്നു, അതിഭീകരമായ ഊർജം വഹിക്കുന്ന തരത്തിലുള്ള വേഗത്തിലുള്ള സഞ്ചാരമോ അത്ര ഭീകരമായ ഗ്രാവിറ്റി ഉള്ള ഒരു സാധനത്തിനടുത്തേക്ക് പോകുന്നു, അതൊന്നും സാധാരണ നമ്മുടെ ഒന്നും ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷെ തിയറട്ടിക്കലി നമുക്കത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ അത്തരം സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അവിടെ ഇത്തരം കാര്യങ്ങൾ ഡിഫറൻ്റ് ആണ്. അവിടെ സ്ഥലവും കാലവും തമ്മിൽ ബന്ധം, അതിലൊരു അളവാണ്, അതിൽ ഈ സമയം കൂടെ ചേർന്നതാണ് പ്രപഞ്ചം. അപ്പം പ്രപഞ്ചം ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് സ്പേസ് ടൈമാണ്. സ്പേസും ടൈമും അവിടെ നിന്ന് ഉണ്ടാകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ എൻറ്റിറ്റി, അതിൻ്റെ അസ്തിത്വത്തിൻ്റെ ബേസാണ് ഈ സമയം എന്ന് പറയുന്ന അളവ്. പക്ഷെ അത് മറ്റളവുകൾക്കില്ലാത്ത കുറേ ഗുണങ്ങൾ അതിനുണ്ട്. അതിനൊരു ദിശ ഉള്ളതുപോലെ നമുക്ക് തോന്നും. സ്പേസിനില്ലാത്ത ഒരു പ്രത്യേകതയാണ്. സ്പേസിന് നമുക്കറിയാം അതിനൊരു പ്രിഫേർഡ് ഡയറക്ഷൻ ഇല്ല. ഇപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ
ഞാൻ ആദ്യം സ്കൂളാണോ അപ്പുറത്തിരിക്കുന്ന ഹോസ്പിറ്റലാണോ കാണുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നതനുസരിച്ച് മാറും. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ആദ്യം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കാണും. സമയത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മുട്ട താഴെ വീണ് പൊട്ടുന്ന വീഡിയോ എടുത്തിട്ട് റിവേഴ്സിൽ പ്ലേ ചെയ്താൽ എല്ലാവർക്കും അറിയാതെ റിവേഴ്സിൽ പ്ലേ ചെയ്യുന്നതാണ്. അല്ലാതെ ഇങ്ങനെ വരുന്നൊരു പ്രതിഭാസം റെക്കോർഡ് ചെയ്തതാണെന്ന് ആരും വിചാരിക്കില്ല. അപ്പം നമുക്കറിയാം, നമുക്ക് ഒരു ഇൻബോൺ ഫീൽ ഉണ്ട്, ഡയറക്ഷൻ ഓഫ് ടൈം. അതിന് സയൻസിൽ പൊതുവെ വിളിക്കുന്ന ആരോ ഓഫ് ടൈം എന്നാണ്. അതിന് കാരണം മറ്റു പല പ്രകൃതി നിയമങ്ങളുമാണ്. അതായത് ഒരുപാട് വേരിയബിൾസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരളവുണ്ട് ഫിസിക്സിൽ. വളരെ ആ എൻട്രോപ്പി കൂടുന്ന ദിശയിലായിരിക്കും നാച്ചുറലി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുട്ട പൊട്ടുമ്പോൾ സംഭവിക്കുന്ന എൻട്രോപ്പി കൂടുന്നൊരവസ്ഥയാണ്. അത് തിരിച്ച് നടക്കില്ല. ഇത് എൻട്രോപ്പി എന്താണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്തിനൊരു ദിശ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. ഇനി സമയത്തിലേക്കുള്ള ഈ സ്പേസും ടൈമും, സ്പേസ് ടൈമും ചേർന്ന ഒരു 4 ഡയമെൻഷണൽ യൂണിവേഴ്സാണ് നമ്മുടേത്. ഈ സ്പേസിലെ 3 ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമുക്ക് അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, ഫോർവേഡ്, ബാക്ക്വേർഡ്, ഇങ്ങനെ 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ഷൻസ് നമുക്ക് സാധ്യമാണ്. അതാണ് ഈ 3 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പമുള്ള ഒരു ഡയമെൻഷനായിട്ട് വേണം നമ്മൾ സമയത്തെ കൂടി കാണാൻ. നമുക്ക് ശീലമുള്ളതാണ് വേറെ രീതിയിൽ. ഇപ്പോൾ നമ്മൾ വേറെ ആളെ കാണാമെന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും 4 ഡയമെൻഷനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. എവിടെ, എപ്പോൾ, ഇത് രണ്ടും വേണം. ഈ എവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് 3 ഡയമെൻഷൻസ് ഉണ്ട്. എത്ര ഹൈറ്റിൽ, എത്ര ദൂരത്തിൽ, അവിടെ എപ്പോൾ എന്ന് പറഞ്ഞാലും കാര്യമില്ല. ഞാൻ നാളെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ രാവിലെ എത്തുകയും മറ്റേ ആൾ വൈകുന്നേരം എത്തുകയും ചെയ്താൽ നമ്മൾ തമ്മിൽ കാണില്ല. എത്ര മണി നമ്മൾ പറഞ്ഞ് ഒരുമിച്ച് വരണം. അപ്പം ഇത് ശരിക്കും 4 ഡയമെൻഷനിലാണ്. ഇതിൻ്റെ ഒരു ഫോർമലൈസേഷൻ മാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ ഇതിനെ 4 ഡയമെൻഷണൽ സ്പേസ് ടൈം എന്നൊക്കെ ഒരു ഫാൻസി നെയിം ഇട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ സ്പേസിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരളവായിട്ടാണ് നമ്മൾ സമയത്തെ കാണുന്നത്. അപ്പോൾ സ്പേസിലൂടെ സഞ്ചരിക്കുന്നത് പോലെ സമയത്തിലൂടെയും സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഉത്തരം. കാരണം നമ്മളിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വൽ ടൈം ട്രാവലിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരുപോലെ പോകുന്നതിന് പകരം ആർക്കെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ സമയത്ത് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ എല്ലാവരും ഒരേ സ്പീഡിലാണ് സമയത്തിലൂടെ പോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇവിടുന്ന് ബാക്കിലേക്കൊന്ന് സമയത്തിലൂടെ പോയാൽ, അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റായിട്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് സമയത്തിലൂടെ പോകാൻ അസാധ്യമെന്ന് പറയാൻ പറ്റുന്ന ചില സൂചനകൾ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പാരഡോക്സുകളുണ്ട് അതിനകത്ത്. പാരഡോക്സ് എന്ന് ഉദ്ദേശിക്കും ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നൊരു എക്സാമ്പിൾ. ഇപ്പോൾ ഞാനിവിടെ നിന്നൊരു ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് പോയി എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഞാൻ കൊന്നു കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ലൈഫ് ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനറേഷൻ പിന്നെ ഉണ്ടാവില്ല, ആ സാധ്യത ഇല്ലാതാകാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ജനിക്കില്ല. അപ്പോൾ പിന്നെ ഈ ബാക്കിലേക്ക് സഞ്ചരിച്ച് പോയി കൊന്ന ആളാരാണ്? ഇതാണ് എൻ്റെ പാരഡോക്സ്. ജനിക്കാത്ത ആളിന് ബാക്കിലേക്ക് പോകാൻ പറ്റുമോ? ഇതിന് തന്നെ പല രീതിയിൽ ബൂട്ട് സ്ട്രാപ്പർ അനാലജി, ഇങ്ങനെ പല പേരിലും ഇതേ സംഗതി വരുന്നത്. ഇതൊരു ഭയങ്കര പ്രശ്നം പിടിച്ച കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ ഒരു പസിലിന് വേണ്ടി ചോദിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഫിസിക്സ് ഇതൊരു സീരിയസ് പ്രശ്നമാണ്. നിങ്ങൾ കോസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഇഫക്റ്റിന് ബാക്കിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ടൈം ട്രാവൽ അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്നുണ്ട്. ഈ കാണുന്ന നമ്മൾ ഫിക്ഷണൽ സ്റ്റോറിയിൽ കാണുന്ന രീതിയിലുള്ള ടൈം ട്രാവൽ അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഒരു കോട്ടുണ്ട്, ഇഫ് ടൈം ട്രാവൽ ഈസ് പോസിബിൾ വേർ ആർ ദ ടൂറിസ്റ്റ് ഫ്രം ദ ഫ്യൂച്ചർ. ഒരു പക്ഷേ ഇന്നത്തെ ടെക്നോളജി ഇല്ലെന്ന് വെച്ചോളൂ, ഒരു 1000 വർഷം കഴിഞ്ഞിട്ട് ടെക്നോളജി ഉണ്ടായാൽ അവർക്ക് സഞ്ചരിച്ച് ഇവിടെ വരാമല്ലോ. അവരിങ്ങനെ റെഗുലർ ആയിട്ട് വരേണ്ടതാണല്ലോ. ആരും നമ്മൾ കാണുന്നില്ല, വന്നതായിട്ട് രേഖകളില്ല. ഇല്ല, സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് ടൈം ട്രാവലേഴ്സിന് വേണ്ടിയിട്ട്. അദ്ദേഹം ഇത് പരിപാടി കഴിഞ്ഞിട്ടാണ് അനൗൺസ് ചെയ്തത്. വച്ചിരുന്നു, അത് ടൈം ട്രാവലിംഗ് പോസിബിൾ ആണെങ്കിൽ വച്ചിരുന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വേറൊരാൾക്ക് വരാമല്ലോ, ആരും പങ്കെടുത്തില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ടൈം ട്രാവൽ അസാധ്യമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ പ്രപഞ്ചത്തിലെ വേറൊരു സ്പേസ് ടൈം പോയിന്റിലേക്ക് ഇപ്പോൾ വേം ഹോൾ എന്നൊക്കെ പറയുന്നത് ചില തിയറട്ടിക്കലാണ്. നമുക്ക് ഇതുവരെ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്, നേച്ചറിൽ എങ്ങനെ നിൽക്കുന്നുണ്ട് എന്നോ ഒന്നും നമുക്കൊരു ധാരണയില്ല. അത് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ തിയറിയിലുള്ള ചില ലൂപ്പ് ഹോൾ വെച്ചിട്ട് സാധ്യമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അസാധ്യമല്ല എന്ന് പറയാമെന്നേ ഉള്ളൂ. പക്ഷെ കഥകൾക്കപ്പുറം ഓഫ്കോഴ്സ് ടൈം ട്രാവൽ മൂവി ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. ഈ ടൈം ട്രാവൽ ആസ് എ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ നല്ലൊരു ഐഡിയ ആണ്, ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ അത് ഇപ്പോഴും ഒരു ഇമാജിനേറ്റീവ് ഐഡിയ മാത്രമാണ് എന്ന് മാത്രമേ, അതാണ് ഒരു പക്ഷേ സങ്കടകരമായിട്ടുള്ള പ്രശ്നം. ഈ അടുത്ത് നമ്മുടെ ഒരു മലയാള സിനിമയിലും വന്നിട്ടുണ്ടായിരുന്നു, ഗഗനചാരി എന്ന് പറയുന്ന സിനിമ കണ്ടില്ല ഞാൻ. അവളും അവനും തമ്മിൽ കാണാതിരിക്കുന്ന ഒരു അവസരത്തിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
1 വർഷമായി അവൾ പോയിട്ട് എൻ്റെ മെസ്സേജിനൊന്നും റിപ്ലൈ ഒന്നും തരുന്നില്ല. അവൾ തേച്ചതാണെന്നുള്ള അർത്ഥത്തിലാണ് അവൾ അവിടെ ഇരുന്ന് ഇതെടുത്ത് നോക്കുന്നത്. മിനിറ്റിന് എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? അങ്ങനെയാണ് ആ കോമഡി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് രണ്ടുപേർക്കും ടൈം എന്ന് പറയുന്നത് 2 എന്നുള്ളത് ആണ് അവർ അത് ഉദ്ദേശിക്കുന്നത്. സിനിമയ്ക്കപ്പുറത്തേക്ക് ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്ഥിരം ആൾക്കാർക്ക് കുഴഞ്ഞു പോകുന്നതും ഫിലോസഫിയിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ഒക്കെ നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഈ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നുള്ളത്. അത് ആദ്യകാലം മുതൽ ആൾക്കാർ ചോദിച്ച് കുഴഞ്ഞു പോയ ചോദ്യമാണ്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ചും അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കും. ശരിക്കും എന്താ വൈശാഖ ജീവിതത്തിൻ്റെ അർത്ഥം? ബുദ്ധനും ശങ്കരനും ഒക്കെ ചോദിച്ച അതേ ചോദ്യമാണ്. അത് പക്ഷേ സിനിമയിൽ പറയുന്നത് ആരാണ് ഞാനെന്നുള്ള പ്രശ്നം. അതെ, ഞാൻ. ഇത് പക്ഷേ ജീവിതത്തിന്റെ അർത്ഥം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജീവിതത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ജീവിതത്തിന്റെ ഉദ്ദേശം ജീവിക്കുക എന്നുള്ളതാണ്. അത് ആ ഉദ്ദേശത്തോടുകൂടി നമ്മൾ ജനിക്കുന്നതല്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവികളും അടിസ്ഥാനപരമായിട്ട് ശ്രമിക്കുന്നത്, എല്ലാ ജീവികളും എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മനുഷ്യരും എന്നല്ല, എല്ലാ ജീവികളും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി കാണിക്കുന്ന പരാക്രമങ്ങളാണ് ബാക്കി ഈ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം. നമ്മളാലും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ എന്തിനാണ് സയൻസ് പോപ്പുലറൈസ് ചെയ്യുകയോ സയൻസ് പഠിപ്പിക്കുകയോ? നമ്മളിത് പല മാർഗങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ചില നീഡുകൾ, ഇപ്പോൾ ഈ ഹയറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ടല്ലോ, വളരെ പ്രാഥമികമായിട്ടുള്ള ഫിസിക്കൽ നീഡ് നമുക്കുണ്ട്. നമ്മുടെ ബോഡി നിലനിർത്താനുള്ള എസെൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് വേണം. നമുക്ക് ഫുഡ് വേണം, വെള്ളം വേണം, ഓക്സിജൻ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിക്കൽ നീഡുണ്ട്. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളിൻ്റെ നീഡ് തന്നെ വരും, നമ്മുടെ ജെനറ്റിക് നീഡാണ്. നമ്മുടെ ജനിതകം മുമ്പോട്ട് പോകണം, അതിന് നമുക്ക് കുട്ടികൾ ഉണ്ടാവണം, ഓഫ് സ്പ്രിങ്സ് ഉണ്ടാകണം, അതിന് നമുക്ക് ഇണകൾ ഉണ്ടാവണം. നമ്മൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്, നമുക്ക് ഇണകൾ ഉണ്ടാകണം, ഇണകൾ നല്ലതാവണം. നല്ലത് ഇൻ ദ സെൻസ് ഇൻവെർട്ടർ കോമിക്കകത്ത് പറയണം, ജനറ്റിക്കലി ഫിറ്റ് എന്ന് നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഇണകൾ നമുക്ക് കിട്ടണം. അപ്പോൾ അവർക്ക് നമ്മളെ അട്രാക്റ്റീവായിട്ട് തോന്നണം. അതിന് നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസോ അങ്ങനെ എന്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സംഗതി ബേസ് ഐഡിയ ഒന്നാണ്. ആസ് എ ലിവിങ് ഓർഗാനിസം നമുക്ക് സർവൈവ് ചെയ്യണം, നമ്മുടെ ജെനറ്റിക്സ് മുമ്പോട്ട് പോകണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും. അപ്പം അത് ഈ ശ്രമത്തിനിടയിൽ, അതായത് ഇൻബോൺ ആയിട്ടൊരു അർത്ഥം ജീവിതത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്, ഞാൻ ഡിഫൈൻ ചെയ്യണം. ഞാൻ എന്നെ കൊണ്ട് 10 പേർക്ക് ഗുണമുണ്ടായാൽ എൻ്റെ ജീവിതം സാർത്ഥകം, അതാണല്ലോ വാക്ക്, സാർത്ഥകം, അർത്ഥമുള്ളതായി എന്ന് ഞാൻ ഡിഫൈൻ ചെയ്താൽ ഞാൻ 10 പേർക്ക് ഗുണം ചെയ്യുമ്പോൾ മറ്റേ ടാർഗറ്റ് അച്ചീവ് എന്ന് പറയാം. വേറെ ആൾ പറയാണ് 10 പേർക്ക് പണി കൊടുക്കണം എന്നാലാണ് എൻ്റെ ജീവിതം സാർത്ഥകം, ടാർഗറ്റ് അച്ചീവ്ഡ്. സീരിയൽ കില്ലേഴ്സ് ചിലപ്പോൾ കഴിക്കുന്ന 100 പേരെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പം, അപ്പോൾ അവർ ഡിഫൈൻ ചെയ്യുന്ന അർത്ഥമാണ്. അല്ലാതെ എല്ലാവരുടെയും കൂടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ ഒരാൾക്ക് പറ്റുമെന്നോ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊരു ഇങ്ങനെ ഇരുന്ന് വെറുതെ ഞാൻ ചിന്തിച്ചാൽ അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഇരുന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ക്ലോഷർ കിട്ടാൻ വേണ്ടി ഇതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന ഒരു തിരിച്ചറിവിലേക്ക് ചില ആളുകൾ എത്തിയേക്കാം. പക്ഷെ അത് മറ്റൊരാൾക്ക് എത്തുന്ന വേറൊരു തിരിച്ചറിവിൽ എത്തിക്കഴിഞ്ഞാൽ അതും അതുപോലെ തന്നെ എല്ലാം ഒരുപോലെ വാലിഡ് ആയിട്ടുള്ള തിരിച്ചറിവുകൾ തന്നെ ആയിരിക്കുന്നത്. അപ്പം എൻ്റെ പേഴ്സണൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എൻ ഇൻബോൺ മീനിങ് ഫോർ എനിബഡീസ് ലൈഫ്. നമുക്ക് ഉണ്ടാക്കാം, നമുക്കൊരു ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് ഡിഫൈൻ ചെയ്ത് അത് നേടിയോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ബാക്കി എല്ലാ ജീവികളും ജീവിക്കുന്ന പോലെ നമുക്കൊക്കെ ഇങ്ങനെ നിന്ന് പോകണം, അതാണ് നമ്മുടെ ആവശ്യം. പക്ഷെ അതേപോലെ തന്നെയാണ് ഈ ശരിയും തെറ്റും കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരാൾ ആത്മീയ അന്വേഷകനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു, മറ്റൊരാൾ ഒരു ലൗകിക ജീവിതം നയിക്കുന്നു. ഇതിൻ്റെ ശരിയും തെറ്റും വ്യക്തിപരമായി ഇത് പറയാമെങ്കിലും ജീവി എന്നുള്ള അടിസ്ഥാനത്തിൽ ഇപ്പോൾ സാപ്പിയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവരോട് അഡ്വൈസ് ഏത് വഴി സ്വീകരിക്കാനായിരിക്കും അഡ്വൈസ് ചെയ്യേണ്ടത്? ബയോളജിയിൽ അങ്ങനെ ഒരു അഡ്വൈസിന് പ്രസക്തിയില്ല, പൊളിറ്റിക്സിലുണ്ട്. അല്ലെങ്കിൽ അത് കാരണം നമ്മൾ ഭരണക്രമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു മൊണാർക്ക് ഭരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഈ അഡ്വൈസ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി നമുക്ക് വളരെ സിമ്പിളാണ് ഇത് ചെയ്യുന്നത്, നിയമങ്ങളൊക്കെ അനുസരിച്ചാൽ മതി. കാരണം നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിയമം എന്താണ്? നിയമം ഒരു റെസ്ട്രിക്ഷനാണ്. നിങ്ങളിൽ നിന്നും മറ്റുള്ളവരെ സംരക്ഷിക്കാനാണ് നിയമം. നിങ്ങൾ തോന്നിയ ദിവസം കാണിച്ച് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അതുകൊണ്ടാണല്ലോ മറ്റൊരാളുടെ മൂക്കിന് മുമ്പിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കും എന്ന് പറയാൻ. അപ്പോൾ ഈ നിയമം പാലിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഉറപ്പാണ് നമ്മൾ മറ്റാർക്കും പണി ഉണ്ടാക്കില്ല, അവർ നമുക്കും ഉണ്ടാവില്ല. കാരണം അവർ നിയമം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഡെമോക്രാറ്റിക് നിയമവാഴ്ച, ലോ ഓഫ് ദ റൂൾ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ബയോളജിക്കലായിട്ടുള്ള ഉപദേശത്തിനോട് പ്രസക്തിയില്ല.
ബയോളജിയുടെ ഉപദേശം കുഴപ്പം പിടിച്ച ഉപദേശങ്ങളായിരിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ മറ്റു ജീവികളെല്ലാം അവരവരുടെ ജനിതകം സർവൈവ് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഭയങ്കര ക്രൂവലാണ് നാച്ചുറൽ വേൾഡ്. നമ്മളെപ്പോഴും ഈ മനുഷ്യരെ ക്രൂവൽ അനിമൽ എന്ന് വിളിക്കുകയും ബാക്കിയുള്ളവരെല്ലാം തിരിച്ചാണ്. മനുഷ്യരാണ് എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുകയും മറ്റൊരാളുടെ എത്തിക്സ് വയലേഷനെ കുറിച്ച് വേവലാതിപ്പെടുകയും പൊതുവായ നിയമ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കി റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി കൊണ്ടുവരികയും നമ്മളിൽ നിന്നും മറ്റു ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി പ്രിസർവേഷനായിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. വേറൊരു ജീവിയും ബോധമല്ല ഇതിനെക്കുറിച്ച്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു നിന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജിയിലെ ഉപദേശം ഞാൻ കരുതുന്നത് നമുക്ക് ബാധകമല്ല. ബയോളജി എന്ത് തന്നെ പറഞ്ഞാലും ബയോളജി എന്താ പറയുന്നതെന്ന് അറിയേണ്ട ആവശ്യം എനിക്കുണ്ട്. അത് ഈ ലോകത്തെ മനസ്സിലാക്കാനാണ്. പക്ഷെ ഉപദേശത്തിന് ബയോളജി മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. ബയോളജിയും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ, ഉദാഹരണത്തിന് ഒരു കാലില്ലാത്ത മനുഷ്യൻ ബയോളജി പരിഗണിക്കണം. കാരണം അയാൾക്ക് 2 കാലുമുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയാൾക്ക് ഒരു പക്ഷേ വീൽ ചെയർ കണ്ടെത്തേണ്ടി വരും. അയാൾക്ക് വേണ്ടി നമ്മൾ സ്റ്റെയറിന് പകരം റാമ്പ് കൂടി പണിയേണ്ടി വരും. അപ്പോൾ റാമ്പ് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ആളിൻ്റെ ഈ പ്രത്യേകത മറ്റൊരു ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഇല്ലാതാക്കി കൊടുക്കുക. അതിന് അയാൾക്ക് തടസ്സം ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയാണ്, ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ബയോളജി ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ, ലോകത്തെ മനസ്സിലാക്കാനുള്ള ടൂൾ എന്ന നിലയിൽ സയൻസിനെ നമുക്ക് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ഉപയോഗിക്കാം. ഗൈഡിങ് പ്രിൻസിപ്പിൾസും ഗൈഡിങ് ഫാക്ട്സ്. ഈ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് നമുക്ക് ചില പൊളിറ്റിക്കൽ കൺവിക്ഷൻസ് ആവശ്യമുണ്ട്. അത് ജനാധിപത്യ രാജ്യത്തിലാണെങ്കിൽ നമുക്കുണ്ട്. നമ്മളെല്ലാവരും തുല്യരായിട്ടാണ് കാണുന്നത്. ഇനി 4 കാലുള്ള ഒരാളുണ്ടായാലും അയാൾ 2 കാലുള്ള ആളിനും 1 കാല് മാത്രമുള്ള ആളിനും കാലമില്ലാത്ത ആളിനും തുല്യരായിരിക്കും അവസരങ്ങളുടെ മുമ്പിലും അവകാശങ്ങളുടെ മുമ്പിലും എല്ലാം. അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തുന്ന നിയമമല്ല. അത് മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ എന്ന രീതിയിൽ നമ്മൾ ലോകത്തെ മനസ്സിലാക്കി ഈ സോഷ്യൽ ഇന്നോവേഷൻ എന്നൊക്കെ രീതിയിൽ സമൂഹത്തെ നമ്മൾ ഒരു പ്രത്യേക ഐഡിയലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചില ചട്ടങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് നാച്ചുറൽ ഫാക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, മോറലായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ, അല്ലെങ്കിൽ അത് ഒരു ഉദ്ദേശങ്ങളായിരിക്കുമല്ലോ. അതായത് ഇങ്ങനെ വേണം, ഇങ്ങനെ പാടില്ല, അതിന് ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ സമ്മറൈസ് ചെയ്താൽ ബയോളജിയിൽ ഉള്ള ഉപദേശങ്ങൾ എനിക്ക് താല്പര്യമില്ല. എൻ്റെ താല്പര്യങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള ഉപദേശങ്ങളാണ്. അത് നിലനിൽക്കുന്ന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റേണ്ടി വന്നാൽ മാറ്റണം. അങ്ങനെയാണല്ലോ നമ്മൾ രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് എൻ്റെ അതിനകത്തുള്ള നിലപാട്. ഈ ശാസ്ത്ര പ്രചാരണത്തിലും ശരിക്കും ഒരു ഫോക്കസ് പോയിന്റ്, ഇല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയെ സംരക്ഷിക്കലോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഫാക്ട്സ് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഫാക്ട്സ് മറ്റൊന്നായിരിക്കും. അപ്പം 2 തരത്തിൽ ഡിസ്കഷൻസ് ഇതിനകത്ത് സീരിയസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഒരു ശാസ്ത്ര പ്രചാരകൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടുള്ള വർത്തമാനം നടക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ സിനാരിയോയിൽ തന്നെ 2 പക്ഷം ശാസ്ത്ര പ്രചാരകരുണ്ട്. അതിൽ ഒരു പക്ഷം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മറുപക്ഷം ഇടതുപക്ഷത്തോട് ചേരേണ്ട എന്ന അഭിപ്രായം പറയുന്നുണ്ടാവാം. പൊളിറ്റിക്കൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ സിനാരിയോയിൽ ഇടതെന്ന് പറയുന്ന വാക്കിനും വേറൊരു പ്രസക്തിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇപ്പോൾ നമ്മളൊരു ഫോക്കസ് പോയിന്റ് വെച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വാക്ക് ശരിക്കും നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? അത് സയൻസിൻ്റെ ഫാക്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാക്ട്സ് ഒക്കെ നമ്മളിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണോ സയൻറ്റിഫിക് ടെമ്പർ? അതോ നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടായി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പറയുന്നതാണോ ശരിക്കും സയൻറ്റിഫിക് ടെമ്പർ? ആ വാക്കിൻ്റെ അർത്ഥം അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? സയൻറ്റിഫിക് ടെമ്പർ ഇതിൽ രണ്ടിലുമല്ല നിൽക്കുന്നത്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ചരിത്രബോധം അല്ലെങ്കിൽ നർമ്മബോധം എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതെന്താണ്? അത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ബോധമാണ്. നമ്മുടെ ഒരു ഡീഫോൾട്ട് തിങ്കിങ് പാറ്റേൺ ആണ്. നമുക്ക് തോട്ട് പാറ്റേൺസ് ഉണ്ട്. ആളുകളുടെ ചിന്തയുടെ രീതി വ്യത്യാസമായിരിക്കും. അതിലൊരു രീതിയാണ് ഈ പറയുന്ന പോലെ നമ്മൾ നർമ്മബോധമുള്ള ആൾ, അയാൾക്ക് നർമ്മബോധം ഇല്ലാത്ത ഒരാളിൽ നിന്നും ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. ചരിത്രബോധം, അത് ഈ ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങളുടെ ചിന്തയെ അല്ലെങ്കിൽ ചിന്തയെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ട്യൂൺ ചെയ്യുന്നു. അപ്പോഴാണ് ചരിത്രബോധം വന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചരിത്രത്തിലെ ഏത് വർഷം ഏത് രാജാവ് ഏത് നാണയം പുറത്തിറക്കി എന്നുള്ള ഫാക്റ്റ് അതേപടി നിങ്ങൾക്ക് ഇപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ചരിത്രബോധമാവില്ല. കാരണം അത് നിങ്ങളുടെ തോട്ട്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിനെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ഈ അറിവൊക്കെ നിങ്ങൾക്ക് ഉള്ളതുപോലെയാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത്, അതോ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതേ അഭിപ്രായം വരുമോ? അവിടെയാണ് ചരിത്രബോധം. ചരിത്രബോധം മനസ്സിലാക്കാൻ എളുപ്പം എന്നുള്ളതാണ് ഞാനത് പറഞ്ഞത്. ഇത് തന്നെയാണ് ശാസ്ത്രബോധം. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ്
ഇൻക്വയറിയാണ്, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്നതിനുള്ള മാർഗ്ഗമാണ്. അതിലൂടെ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് സാമാന്യം നല്ലൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് എടുക്കാൻ പറ്റും. അത് റെക്കോർഡ് ചെയ്ത് കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ച് ഫാക്റ്റ് ഉൾക്കൊള്ളാം. ഞങ്ങൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി മനസ്സിലാക്കാം, ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കാം, ബയോളജിക്കൽ എവല്യൂഷൻ വായിച്ചെടുക്കാം. അത് ചാൾസ് ഡാർവിനാണോ റസലാണോ, ഇങ്ങനെ പല പേര്, വാലസാണോ, ഇങ്ങനെ പല പേരുകളുടെ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാം. എസ്സേ എഴുതി മാർക്ക് വാങ്ങാം. പക്ഷേ ഇന്നത്തെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അഭിപ്രായം പറയുമ്പോൾ ഇതൊക്കെ അറിയുന്ന ഒരാൾ പറയുന്ന അഭിപ്രായമാണോ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ട്, ഈ ടെമ്പറില്ല, നിങ്ങളുടെ ചിന്തയെ അത് സ്വാധീനിച്ചിട്ടില്ല. അപ്പം ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ബയോളജിക്കൽ അറിവുള്ള ഒരാൾ പറയുകയാണ് ഗേ മാരേജ് പറ്റില്ല ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ അറിവില്ലാത്ത പോലെയാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നത്. അതാണ് ഈ ടെമ്പറിൻ്റെ പ്രത്യേകത. ആ ടെമ്പർ അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റൊന്ന് ഞാൻ ഈ പറഞ്ഞത്, അത് പിന്നെ പൊളിറ്റിക്കൽ വ്യത്യാസത്തിനനുസരിച്ച് ടെമ്പർ എങ്ങനെ വേണോ ഉപയോഗിക്കാം. ഇപ്പോൾ ആളുകൾ തമ്മിലുള്ള വ്യത്യാസമോ ജെൻഡർ ഡിഫറൻസസോ ഇതിനെയൊക്കെ നമുക്ക് ഫാക്ച്വലി മനസ്സിലാക്കാം. ഈ അറിവിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ കണികകളെ കൂട്ടിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഊർജ്ജം സ്വതന്ത്രമാക്കിയാൽ ഒരുപാട് ഊർജ്ജം കിട്ടും എന്ന ഫാക്റ്റ് അറിയാവുന്ന ഒരാളിന് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണോ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാനാണോ തോന്നുന്നത്? അത് അയാളുടെ സയൻസിന് വെളിയിൽ നിന്നുള്ള ചില തോട്ട്സാണ് അയാളെ ഗൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കലാകാം. ഇപ്പം ഹേബർ പ്രക്രിയ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് കെമിസ്ട്രിയിൽ, ഈ അമോണിയ ഉണ്ടാക്കാനുള്ള. അത് കണ്ടെത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളം ഉണ്ടാക്കാൻ പറ്റില്ല. ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ചെയ്യുന്നത്. ഈ ആ കണ്ടെത്തലിനെ, ഹേബർ പ്രോസസ്സിനെ വിളിക്കുന്നത് ദ ഡിറ്റോണേറ്റർ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ്. മനുഷ്യന് ഈ ഭൂമിയിൽ ഇത്രയും മനുഷ്യൻ ഉണ്ടാകുന്നതിന് കാരണം തന്നെ അതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഇത്രയും പേരെ ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഈ മനുഷ്യൻ വേൾഡ് വാറിൻ്റെ സമയത്ത് നേരിട്ട് മസാക്കറിന് ഗ്യാസ് വെച്ച് കൊല്ലുന്നതിന് സൂപ്പർവൈസ് ചെയ്ത ആളാണ്. അപ്പോൾ പൊളിറ്റിക്സും അയാൾ ഉണ്ടാക്കിയ അറിവും രണ്ട് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഹേബറിൻ്റെ എക്സാമ്പിൾ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളുണ്ടാക്കിയ അറിവ് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഈ അറിവിന് വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ കണ്ടീഷനിങ് കൂടെ ചേർന്നാണ്. നമ്മൾ ഏത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഏത് പാർട്ടി കുടുംബത്തിൽ ജനിച്ചെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ പൊതുവിൽ കൾച്ചറലി നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ ഹയറാർക്കിക്ക് വേണ്ടിയിട്ടാണോ നിലനിൽക്കുന്നത്, ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒരേ അറിവിനെ പല രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ ടെമ്പറിന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഈ ടെമ്പറുള്ള ആളുകൾ തന്നെ ആയിരിക്കും പലപ്പോഴും മറ്റുള്ളവർക്കൊട്ട് പണി കൊടുക്കുന്നത്. ചെറുപ്പത്തിൽ നിന്ന് മാറി കുറച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ഗോത്രീയതയെക്കുറിച്ച് സംസാരിക്കും പോലെ തന്നെ സംഘടിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച്, അപ്പം ഫ്രീ തിങ്കേഴ്സും സംഘടിച്ച് നിൽക്കണം. അതൊരു ന്യൂനപക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും സംഘടിക്കണമല്ലോ. അപ്പോൾ ആ സംഘടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സംഘടനയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലോ നിൽക്കുന്ന വൈശാഖൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പറയുന്ന മറ്റൊരു കൂട്ടത്തിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിപ്പോൾ ജബ്ബാർ മാഷിനെയും വിശ്വനാഥൻ സാറിനെയൊക്കെ പോലെയുള്ള ആൾക്കാരുടെ ഭാഗത്തേക്ക് വൈശാഖനും ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും വൈശാഖൻ്റേതൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ സർവൈവലിന് ഈ ഗോത്രീയത ഉപയോഗിക്കും പോലെ, എല്ലാവരും ഉപയോഗിക്കുന്നത് പോലെ ഫ്രീ തിങ്കേഴ്സും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു വൈശാഖനും. ഇപ്പം അതെങ്ങനെയാണ് ആ ഗോത്രീയതയെ ഉപയോഗിക്കുന്നതിൽ ഇങ്ങനെ നോക്കിക്കാണുന്നത്? ഞാൻ ഒരു കാലത്തും ഈ സംഘടനകളുടെ ഭാഗമല്ലായിരുന്നു. ഈ സംഘടനകൾ ഫ്രീ തിങ്കിങ് സംഘടനകളുടെ എന്തെങ്കിലും രീതിയിൽ സംഘടനകളോട് എതിർപ്പുള്ളത് കൊണ്ടോ താത്വികമായിട്ട് സംഘടനാ സംവിധാനങ്ങളോട് അകൽച്ച പാലിക്കാം അതുകൊണ്ടല്ല. അടിസ്ഥാനപരമായിട്ട് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. ഞാൻ അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പറ്റിയ ഒരു മേക്കപ്പ് അല്ല എൻ്റെത്. പേഴ്സണലി ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഞാൻ പരമാവധി കോൺവെർസേഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യാത്ത ആളാണ്. സംസാരിക്കാൻ പറഞ്ഞാൽ മാത്രം സംസാരിച്ചു തുടങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പറ്റിയൊരു നാച്ചുറലി പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇൻവൈറ്റഡ് ആയിരുന്നു. സംസാരിക്കാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോയി സംസാരിക്കും. അപ്പോൾ തന്നെ ഒരുപക്ഷെ ആ പരിപാടികളിൽ കൂടെ പങ്കെടുത്തിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ആ സമയത്ത് അവിടെ വന്ന് എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറുന്ന ആളാണ്. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. ഞാൻ പിന്നെ ആവർത്തിക്കുന്നു, അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അങ്ങനെ പാടില്ല എന്നൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു രീതി അതല്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നീട് ചില സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ മനഃപൂർവ്വം അകലാൻ തുടങ്ങി. അത് ഈ പറഞ്ഞതുപോലെ എൻ്റേതല്ലാത്ത ആശയങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റെ തലയിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഉദാഹരണത്തിന് സംവരണ വിരുദ്ധത, അത് എൻ്റെ ആശയമല്ല, പക്ഷെ പലരും ഡീഫോൾട്ടായിട്ട് വിചാരിക്കാൻ തുടങ്ങി ഞാൻ സംവരണ വിരുദ്ധനാണ്. അത് എൻ്റെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും തോന്നിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങനൊരു ആ ഒരു ലേബൽ എനിക്ക് വേണ്ട എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പബ്ലിക്കലി പല സംഘങ്ങളെയും ഡിസ്ഓൺ ചെയ്ത് അവിടെ നിന്ന് മാറി. അപ്പോൾ ഈ ഗോത്രീയതയ്ക്ക് ഞാൻ എതിരല്ല. കാരണം നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സർവൈവലിൻ്റെ ഭാഗമാണ്
സംഘങ്ങൾ ഉണ്ടാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എല്ലാ ഫ്രീ തിങ്കേഴ്സ് ഓർഗനൈസേഷനുകൾക്കും അവരുടേതായ ഒരു ബൈലോ വെച്ച് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവർക്കൊരു ലോഗോ ഉണ്ടാവും. ഈ ലോഗോ എന്ന് പറയുന്ന ഒരു ഗോത്ര ചിഹ്നമാണ്. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന, അത് അരിവാൾ ചുറ്റിയ നക്ഷത്രം ആയാലും സ്വസ്തിക ആയാലും എല്ലാം ഇതാണ്. ഒരു പണ്ടത്തെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ഗോത്രങ്ങൾ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് അവരുടെ മുഖത്ത് അടിക്കുന്ന ടാറ്റു. ഇത് ഈ നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ആളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇത് നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളതാണ് സംഘടിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടുന്നതിനൊന്നും അതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ പല ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല. വേറെ ആളുകൾ സംഘടിക്കുമ്പോൾ എന്തോ കുഴപ്പമെന്ന് തോന്നുകയും നമ്മൾ സംഘടിച്ച് നിൽക്കുന്നത് വേറെ എന്തോ കാര്യമാണെന്ന് തോന്നും. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. അപ്പം ഞാൻ ഗോത്രീയത നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിടത്തോളം കാലം എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. അതിനെ ചേർത്ത് നിർത്തിക്കോളും, അത് വിഷയമല്ല. ഈ ജാതിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും തീരാത്തൊരു ഡിസ്കഷനാണ് സംവരണത്തെ സംബന്ധിച്ച്. ശരിക്കും SC/ST മാത്രം സംവരണം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നാണ് രവിചന്ദ്രൻ ഒക്കെ പറയുന്നത്. അത് മാത്രം മതിയാവും ഇനി എന്നാണ് വൈശാഖിൻ്റെ അഭിപ്രായം. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെ കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം പറയാൻ ഉള്ള അറിവ് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ പ്രിസ്ക്രിപ്റ്റീവായിട്ട് അഭിപ്രായങ്ങൾ പറയാത്തത്. കാരണം ഒരാളിരുന്ന് തീരുമാനിക്കുകയല്ല ഇവിടെ ആർക്ക് സംവരണം കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തീരുമാനങ്ങൾ ഓർഗാനിക്കായിട്ട് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഇത്തരം വാദങ്ങളിലല്ല, ഇത്തരം ഈ പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തിട്ട് പറയുന്ന പോലെ തോന്നും. സർക്കാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ബോഡി അവിടെ ഇരിപ്പുണ്ട്, ഒരാൾ അല്ലെങ്കിൽ ഒരു ഏജന്റ് അവിടെ ഇരിപ്പുണ്ട്. ആ ഏജന്റ് ഇരുന്ന് ഈ ദൈവം ലോകത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലെ അത് ചെയ്യാം. ഈ സർക്കാർ ആരാണ്? ഇതുപോലുള്ള ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന, ആ ഗ്രൂപ്പുകൾ ചേർന്നുണ്ടാകുന്ന, വലിയ ഗ്രൂപ്പുകൾ ചേർന്നുണ്ടാകുന്ന, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഗവേണൻസ് നടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായി വരുന്ന പെർസെപ്ഷൻസ് ആണ് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അഭിപ്രായപ്പെടാം പക്ഷെ എനിക്കറിയില്ല ഏതൊക്കെ വിഭാഗങ്ങൾ ഏതൊക്കെ അളവിൽ ഇവിടെ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. അതറിയാത്ത ഒരാൾക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. ഈ അഭിപ്രായം പറയുന്ന പല ആളുകൾക്കും അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനത്തെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ അഭിപ്രായങ്ങൾ റിസർവ് ചെയ്യുന്നത് എനിക്ക് ധാരണയില്ലാന്ന് സമ്മതിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SC/ST മാത്രമാണോ അല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഉണ്ടായ തോന്നലാണ്. അത് ഡേറ്റയായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല. അങ്ങനെ ഒരു ഡേറ്റ എങ്ങനെ എടുക്കുമെന്നും എനിക്കറിയില്ല. കാരണം ഞാനൊരു സോഷ്യൽ സയൻറ്റിസ്റ്റ് അല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അതാണ് ഞാൻ അഭിപ്രായം പറയാത്തത്. പക്ഷേ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നവർ പലപ്പോഴും ഇന്ന് നിലവിൽ ജാതീയതകളില്ല അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനേ ഇല്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ അത് ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് തെളിയിക്കാൻ ഉണ്ട് എന്നുള്ള ഒറ്റ പ്രൂഫ് മതി. ഇങ്ങനെ ഒന്ന് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഉണ്ട് എന്നുള്ള അത് ഇല്ല എന്നുള്ളത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം തെളിവുകൾ ഒരു എക്സെപ്ഷൻ പോലും തെളിവാണ്. അപ്പം അതുകൊണ്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഏതളവിൽ ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഏതളവിൽ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. അതിന് എനിക്ക് ഉത്തരം അറിയില്ല. ഈ ചൂഷണത്തെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഭരണഘടനയെ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ചൂഷണത്തെ എതിർക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദൈവവിശ്വാസത്തെ എതിർക്കേണ്ടി വരും. ആത്മനിഷ്ഠമായ ചില വിശ്വാസങ്ങളൊക്കെ പുലർത്തുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇതൊക്കെ കാണേണ്ടത്. പക്ഷേ ചിലതൊക്കെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ പൂർണ്ണമായി ഇതിനെയൊക്കെ നമ്മളെല്ലാത്തിനെയും എതിർക്കുന്ന ഒരാളായിട്ട് മാറുകയും നമ്മൾ സൂക്ഷ്മാംശത്തിൽ സംസാരിക്കുകയും ഇതെല്ലാം നമ്മൾ എതിർത്തേ പറ്റുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടും. നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന സതുദ്ദേശത്തെ പറയാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരില്ലേ? അത്തരം സ്പേസസിൽ എങ്ങനെയാണ് സ്വയം അതിനെ നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ആവണമല്ലോ. നമ്മൾ ഇവർക്ക് വേണ്ടി കൂടെയാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും? അത്ര എളുപ്പമല്ല. ഏറ്റവും പ്രധാനം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സുകളോട് അനുസരിച്ച് മാറുന്നതാണ്. എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ പൊതുവിൽ ഇതിനെ കാണുന്നത് ആളുകളുടെ ശ്രദ്ധ ആദ്യം കിട്ടണം. ആളുകൾ പല രീതിയിൽ ശ്രദ്ധ നമുക്ക് ആകർഷിക്കാം. ബാക്കിൽ നിന്നും തട്ടാം, ഒരു കല്ലെടുത്ത് ഒരു അടി അടിച്ചു കൊടുക്കാം, ശ്രദ്ധ കിട്ടും. പക്ഷെ തട്ടി വിളിച്ച ചിലപ്പോൾ നമ്മൾ പറയുന്ന ആൾ കേൾക്കും. അയാൾക്ക് അടി കൊടുത്തിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ അയാൾ നിൽക്കില്ല. ഞാൻ ഈ തട്ടി വിളിക്കാനാണ് ശ്രമിക്കുന്നത്. ഐ എം ഗോയിങ് ടു ടോക്ക് സംതിങ്. അത് ചിലപ്പോൾ നിങ്ങളുടെ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾക്ക് എതിരായിരിക്കും. ചിലപ്പോൾ അതിനെ പരിഹസിക്കുന്നതായിട്ട് തന്നെ ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ ഇച്ചിരി ഒഫൻഡഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങളൊരു മണ്ടനാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി മണ്ടത്തിലാണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കും.
അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്ന്, ഞാൻ അങ്ങനെ ബുദ്ധിമാന്മാരിലും മണ്ടന്മാരിലും വിശ്വസിക്കാത്ത ആളാണ്. അങ്ങനെ ആരുമില്ല. നല്ലവരും മോശക്കാരും ഇല്ലാത്തതുപോലെ തന്നെയാണ്. TV സീരിയലുകളിലാണ് അങ്ങനെ ആൾക്കാരുള്ളത്. എല്ലാ തിന്മകളുടെയും കേന്ദ്രമായ ഒരു വില്ലൻ, എല്ലാ നന്മകളും ചേർന്ന നായകന, അതിലെനിക്ക് വിശ്വാസമില്ല. മനുഷ്യർക്ക് എപ്പോഴും അങ്ങനെയുള്ള സൈഡ്, അപ്പം ഗ്രേ സൈഡുകളുണ്ട്. അപ്പം പ്രവൃത്തികളെ മാത്രമേ ഞാൻ പിന്തിരിപ്പനെന്നോ പ്രോഗ്രസീവ് എന്നോ വിളിക്കാറുള്ളൂ. ആളുകളെ വിളിക്കില്ല. യുക്തിവാദി എന്ന് വിളിക്കാറില്ല ആളുകളെ. പറയുന്നത് യുക്തിപരമാണോ അല്ലയോ എന്നുള്ള കാര്യം, ആ ആള് അന്ധവിശ്വാസിയാണ് എന്നതിനപ്പുറം അയാൾ പറയുന്ന കാര്യം അന്ധവിശ്വാസമാണ് എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് ആളുകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമായിരിക്കും. പിന്നെ പറയുന്നതിൽ എനിക്ക് സന്തോഷം കിട്ടുന്നതുകൊണ്ട് ഞാൻ പറയും. ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും എത്ര പേര് ശ്രദ്ധിക്കുന്നതനുസരിച്ച് സന്തോഷം കൂടുന്ന ആളല്ല ഞാൻ. ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്, എണ്ണം കൂടുമ്പോൾ സന്തോഷം കൂടും. പക്ഷെ പറയുന്നതിൽ കൂടി ഒരു സന്തോഷമുണ്ട്. നമ്മൾ പാടുന്നത് ആസ്വദിക്കുന്ന ഒരാളും വേറെ ആളുകൾ ആസ്വദിപ്പിക്കാൻ വേണ്ടി പാടുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. പാടുന്നത് ആസ്വദിക്കുമ്പോൾ അയാൾക്ക് വേറെ ആരും ഇല്ലെങ്കിലും പാടാം, മറ്റേ ആളിനത് പറ്റില്ല. ഞാനത് ആരും ഇല്ലെങ്കിലും എനിക്കത് അതിനകത്ത് സന്തോഷം കിട്ടുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആളുകളെ അത് ഞാൻ പറഞ്ഞാൽ അതൊരു നന്മയായിട്ടോ എന്തെങ്കിലും ഒരു സ്വയം ഒരു നല്ല കാര്യം ചെയ്യുന്നു മറ്റിലല്ല ഞാൻ പറയുന്നത്. എൻ്റെ രീതി ഇതാണ്, പ്ലെയിനായിട്ട് തീരെ ഒഫെൻസീവ് അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുക. അപ്പം ആളുകൾക്ക് താനെ, പിന്നെ അതിനകത്ത് തീർച്ചയായിട്ടും ഒഫൻഡഡ് ആകുന്ന ആളുകളുണ്ടാവും, നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നത്, ഭയങ്കര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ടാവും. ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം ഈ 10,000 പേര് കേൾക്കുന്നതിൽ 10 പേർക്ക് ദേഷ്യവും എന്നെ ചീത്ത വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 10 പേരും ചീത്ത വിളിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ ബാക്കി ആൾക്കാരെ കാണാതിരിക്കാൻ പാടില്ല. അവർ ചിലപ്പോൾ പ്രതികരിക്കേണ്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത്. അവർ കേട്ടങ്ങ് മാറും. ഭൂരിഭാഗം മനുഷ്യർ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചാനലിലെ ഒരു വീഡിയോ ഒരുപക്ഷെ 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ടോ? എത്ര പേരോടെ കമൻറ്റ് ഇടുന്നുണ്ടാവും? അതിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് മാത്രമേ എതിർപ്പുള്ളൂ, അല്ലെങ്കിൽ പുകഴ്ത്തുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ? അല്ല, ഭൂരിഭാഗം പേരും പ്രതികരിക്കേണ്ട ആവശ്യം അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഗുണപ്പെടുന്നെങ്കിൽ ഗുണപ്പെട്ടോട്ടെ. ഞാനൊരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടൊന്നും സ്വയം കാണുന്നില്ല. നാട്ടിനെ നന്നാക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കെങ്കിലും പറയുന്നതുകൊണ്ട് ഗുണം ചെയ്യുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന ചിന്ത മാത്രമാണ് നയിക്കുന്നത്. പക്ഷേ ഈ കോളേജിലൊക്കെ ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കൂടുതൽ ഈ സാറിനോടും ഉണ്ടാവും. പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു സാറായതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഉണ്ടാവേണ്ട സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ എക്യുപ്ഡ് ആവണ്ടേ? നമ്മളുടെ ഭാരം കൂടുതലല്ലേ? തീർച്ചയായിട്ടും അത് ഭാരം കൂടുതലുണ്ട്. അത് ചോദ്യം വന്നില്ലെങ്കിലുമാണ്. ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ ഈ എഴുതുന്ന പോസ്റ്റുകൾക്ക് കിട്ടുന്ന ഷെയറും കമൻറ്റും ലൈക്കും അതിൻ്റെ എണ്ണം കൂടുമ്പോൾ തന്നെ എനിക്ക് ഈ ബാധ്യത ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ചിന്തിക്കാതെ എഴുതരുത്. 1000 പേര് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാനുള്ള അവകാശം, പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എനിക്ക്. പിന്നെ എനിക്കത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കാതെ എഴുതരുത്, ഫാക്ട് ചെക്ക് ചെയ്യാതെ എഴുതരുത്. എന്നാൽ പോലും തെറ്റ് പറ്റിയാൽ തിരുത്തണം. ആ ഒരു ഭാരം എനിക്ക് പണ്ട് മുതലേ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, ഒരു 100 പേര് ശ്രദ്ധിക്കും തോന്നിയപ്പോൾ തന്നെ എനിക്ക് ആ ഭാരം ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് ഈ എക്വിപ്ഡ് ആവേണ്ട ആവശ്യമുണ്ട്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. നമ്മളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കുഴപ്പമാണ്. അതാണ് എനിക്ക് അറിഞ്ഞൂടെന്ന് പറയണമെന്ന് ഒരു നാണമില്ല. അത് ടീച്ചറായിരിക്കേണ്ട അങ്ങനെ ആയിരിക്കേണ്ടതിൻ്റെ ഒരു അടിസ്ഥാന ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് വേണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൾ നോയിങ് ഗുരുവായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഞാനൊരു സയൻസ് അധ്യാപകനായതുകൊണ്ട് പക്ഷേ അതിൽ വലിയ പ്രസക്തി ഇല്ലായിരിക്കും. ഒരു സോഷ്യൽ സയൻസ് അധ്യാപകനാണെങ്കിൽ അഭിപ്രായങ്ങളെ വ്യത്യാസങ്ങളെയും കൂടെ പരിഗണിക്കേണ്ടി വരും. ഫ്രണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങൾ ക്രിട്ടിക്കലാണ്. ഞാൻ ഇപ്പോൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിപ്പിക്കുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ റോളില്ല. അവർക്ക് തെറ്റായ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ വിയോജിച്ചിട്ട് കാര്യമില്ല. ഫാക്റ്റാണ്. എൻ്റെ അഭിപ്രായങ്ങൾ കൊടുത്ത് മാത്രമേ അവർക്ക് വിയോജിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സോഷ്യൽ സയൻസിൽ നോക്കിയപ്പോൾ പൊളിറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്കും പഠിപ്പിക്കുന്ന ആളുടെ അഭിപ്രായങ്ങളും കൂടെയാണ് വരുന്നത്. അത് ചിലപ്പം സ്റ്റുഡൻസ് എതിർക്കും, അത് ഡിബേറ്റ് ആയിട്ട് മാറും. അതിന് ഭയങ്കര ഒരു നല്ലൊരു അക്കാഡമിക് ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അതായത് പിള്ളേർ അവരോട് എതിർക്കുന്നത് അവരൊരു ഭയങ്കര ക്രിയേറ്റീവ് കാര്യമായിട്ട് അവർ എന്നെ മാറ്റിയെടുക്കും. അങ്ങനെ മാറ്റാതെ ഓഫൻഡഡ് ആകുന്ന ആൾക്കാരും ഉണ്ടാവും. എനിക്ക് ഇതിനൊരു ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കുന്ന കാര്യങ്ങളുടെ എണ്ണം കുറഞ്ഞു, എൻ്റെ പ്രതികരണത്തിൻ്റെ തീവ്രത കുറഞ്ഞു, പ്രതികരണത്തിൻ്റെ വേഗം കുറഞ്ഞു. ഒരു സംഭവം ഉണ്ടായ ഉടനെ പ്രതികരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതില്ല. അതെല്ലാം ഈ ഒരു ഭാരം തോന്നുന്നതിൻ്റെ ഒരു അനന്തരഫലമാണ്. ശരിക്കും വൈശാഖൻ ഏത് പ്രായത്തിലാണ് ഇങ്ങോട്ട് ഈ പറയുന്ന ഒരു ചേഞ്ച് ഉണ്ടായത്? പെട്ടെന്നായിരുന്നോ? അല്ല, പെട്ടെന്നല്ല. ഏതൊരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞല്ലോ, എന്നാണ് മീശ വന്നതെന്ന് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമാണ്. വ്യക്തമല്ല. എന്നാണ് ദൈവവിശ്വാസം പോയതെന്ന് പോലും വ്യക്തമല്ല. ഭയങ്കര പതിയെയാണ് മാറുന്നത്. പതിയെ
പഠിക്കുന്നതിനനുസരിച്ചിട്ട് എങ്ങനെയോ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നു. ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ട്. പക്ഷെ അത് ഞാൻ പറയാത്തതുകൊണ്ടാണ് എൻ്റെ അവ്യക്തത ആർക്കും മനസ്സിലാവാത്തത്. ഞാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ ശ്രമിക്കൂ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ മിണ്ടില്ല. അവ്യക്തതകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കരുതുന്നത് ഇതാണ് എൻ്റെ നാച്ചുറൽ കോഴ്സ് എന്നാണ് വിചാരിക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ വ്യക്തമല്ലാത്ത പല കാര്യങ്ങൾക്കും വ്യക്തത വരുമായിരിക്കും. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലുണ്ടായ ട്രാൻസ്ഫർമേഷൻ അല്ല. അത് ചിലപ്പോഴൊക്കെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായതാണെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതിയാണ് പിന്നെ ഈ മിലിറ്റന്റ് എത്തീസ്റ്റിനെ പോലെയൊക്കെ എഴുതിയ ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഞാൻ എത്തീസ്റ്റ് ആയത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് പിന്നീട് തിരുത്തി ഒരു അനക്ഡോട്ടലാണ്. അതായത് എൻ്റെ നാട്ടിലൊരു കുറേ കാലം ശേഷം എൻ്റെ നാട്ടിൻപുറത്തൊരു കല്യാണത്തിന് ഞാൻ പോയപ്പോൾ അവിടെ ആ കല്യാണ വീട് പണ്ട് എന്നെ കുഞ്ഞിലെ നല്ല പരിചയം ഉണ്ടായിരുന്ന ഒരു ചേച്ചിയെ കുറേ കാലം ശേഷം എന്നെ കണ്ടു. അപ്പോൾ എൻ്റെ രൂപമൊക്കെ മാറിയപ്പോൾ ചേച്ചി ഇങ്ങനെ സർപ്രൈസ്ഡ് ആയി നിന്നു. അപ്പോൾ എന്തോ ആ കല്യാണ വീട്ടിൽ എന്തോ ചടങ്ങ് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചടങ്ങിലൊന്നും വിശ്വാസമുള്ള ആളല്ല എന്ന് ആരോ എങ്ങനെയോ ഒരു വൈബ് ആ ചേച്ചിക്ക് കിട്ടി. നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദൈവത്തിലൊന്നും വിശ്വാസമില്ല. ഒയ്യോ എന്ന് ഞാൻ ചേച്ചി അങ്ങ് ഞെട്ടി. എനിക്കെന്തോ ദുരന്തം സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ അൽക്കോയിതിൽ ചേർന്നു എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അനിയത്തി പറഞ്ഞു പണ്ടേ ലക്ഷണങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പണ്ട് ലക്ഷണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം കംപ്ലീറ്റ് നിരീശ്വരവാദിയാണെന്ന്. ആ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. അന്നും പുള്ളിക്കാരി നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞാനത് ആരോ ഒരാളെൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പണ്ട് ചോദിച്ച സംശയം, നമ്മൾ ഈ ഓം നമ ശിവായ ജയ് ഹനുമാൻ സീരിയലൊക്കെ കാണുമ്പോൾ അതിൽ ഈ നാരദനൊക്കെ ഇങ്ങനെ വന്നിട്ടേ അപ്രത്യക്ഷമാവുന്നത്, അത് നോർമൽ കാര്യമായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചു നമുക്ക് എന്ന് മുതലാണ് ഈ കഴിവ് നഷ്ടമായത്? പണ്ടൊക്കെ ഇതുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇതില്ല. അപ്പൊ അന്ന് അച്ഛൻ എന്തോ പറഞ്ഞ് അതിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഭയങ്കര പക്ക വിശ്വാസിയായിരുന്ന കാലത്ത് സംശയങ്ങളാണ്. പക്ഷെ ഇതൊരു യുക്തിവാദി സംശയമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇത് വളരെ കാലം എടുത്ത് പതിയെ വന്ന മാറ്റമാണ്. ഈ പ്രഖ്യാപിക്കുന്നതൊക്കെ ഈ പറയുന്ന പ്രഖ്യാപനമൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതുപോലുമല്ല. ഇതിനിടയ്ക്ക് എനിക്ക് സ്റ്റേജ് ഓർമ്മയുണ്ട്. അതായത് ഞാൻ ഈ ദൈവവിശ്വാസത്തിൽ മൊത്തത്തിലൊരു സംശയം വന്ന സമയത്ത് ഞാൻ ഈ എത്തീസ്റ്റായിട്ട് ചമഞ്ഞ് വിശ്വാസികളടുത്ത് പോയി തർക്കിക്കും. ക്ലാരിറ്റി ഞാൻ അവിടുത്തെ ആളായിപ്പോയി. മറ്റേ വിയറ്റ്നാം കോളനി പഠിപ്പിക്കാൻ പോയ മോഹൻലാലിന്റെ അവസ്ഥയായിപ്പോയി. അപ്പുറത്തെ ആളായിട്ട് ചെന്ന, പക്ഷെ അവിടുത്തെ ആളായിപ്പോയി. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. കുടുംബത്തെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. എന്താണ്? വലിയ പ്രസക്തിയൊന്നുമില്ല. ഞാനൊരു തിരുവനന്തപുരം ജില്ലയുടെ ഒരു റൂറൽ ഏരിയയിൽ ജനിച്ചു വളർന്ന ആളാണ്. നാട്ടിൻപുറത്താണ് പഠിച്ചത്. ഭയങ്കര ഞാൻ തിരിച്ചറിഞ്ഞ കുറേ ഭാഗ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഭാഗ്യം എന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ ശരിയുണ്ടാവും. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കൂടെ പഠിക്കുന്നവരായിട്ടും പഠിപ്പിക്കുന്നവരും ഒക്കെ ആയിട്ട് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേസമയം രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവൻ്റെ വിക്ടിംസ് ആയിട്ടുള്ള അന്നത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ബാക്കിലേക്ക് ആലോചിക്കുമ്പം അത് എന്നെ പരിചയപ്പെടുന്നതിൽ കുറേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ പരിചയപ്പെടുന്നു, അവരോട് അടുപ്പം ഉണ്ടായിരുന്നതും. അപ്പം പിന്നെ പതിയെ നഗരത്തിലേക്കൊക്കെ പഠിക്കാൻ വന്നപ്പോഴത്തേക്കും നാട്ടിൻപുറത്ത് നിന്നും ആ നഗരം എങ്ങനെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് നഗരങ്ങൾ മറ്റൊരു നാട്ടിൻപുറം മാത്രമാകുന്നത്, മറ്റേ നാട്യപ്രധാനമൊന്നും അല്ല എന്നും. നാട്ടിൻപുറത്തിൽ ഹാഫ് സാരി എടുത്തൊരു പെൺകുട്ടിയെ കണ്ട അവൾ കുശുമ്പ് പറയുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അവളെന്തോ ഭയങ്കര നന്മയുള്ള പെണ്ണാണെന്ന് തോന്നുന്നു. ജീൻസ് ഇട്ട കുട്ടിക്ക് എന്തോ കുഴപ്പമുള്ളതാണ്, അതൊക്കെ തെറ്റാണെന്നൊക്കെ പഠിച്ചൊരു കാലം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരം മനുഷ്യരെയും കണ്ടതിൻ്റെ ഒരു പാകത വന്നിട്ടുണ്ടെന്നാണ് സ്വയം കരുതുന്നത്. അപ്പം ഇപ്പം നിലവിൽ ആ ഒരു പാകതയും കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഏത് സ്റ്റേജിലാണ് ഈ കോളേജിലൊക്കെ ജോലിയൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ പഠിത്തം അത്തരത്തിലുള്ള രീതിയിൽ ഭയങ്കര കാര്യമായിട്ട് കണ്ടതും? ഞാൻ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോഴൊക്കെ പഠിപ്പിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസ് വെച്ചിട്ടാണ് ആൾക്കാർ നമ്മളെ പഠിപ്പിച്ചെന്ന് വിളിക്കുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പഠിപ്പിസ്റ്റ് അല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുള്ള ഒരു തലമ്പ് മറ്റ് പഠിപ്പിസ്റ്റുകൾ കാണിക്കാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് അല്പസ്വല്പം കലയുടെയൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സ്റ്റേജിൽ കയറുകയും പാട്ട്, മിമിക്രി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൈവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവിധം സിനിമ കാണാൻ താല്പര്യമുള്ള ആളാണ്. സിനിമയിലെ കോമഡികൾ ഇപ്പം തന്നെ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പലതവണ ഞാൻ മൂവി റെഫറൻസസ് ഉപയോഗിച്ചിട്ടുണ്ടാകും. അങ്ങനെ വളരെ ലൈറ്റായിട്ട് പഠനകാലത്തെ കണ്ട ഒരാളാണ്. പക്ഷെ ഞാൻ പഠിക്കുന്നതിൽ എനിക്കൊരു കാര്യങ്ങൾ അറിയുന്നതിലൊരു രസമുണ്ടായിരുന്നു. അത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിലല്ല, ഇതെങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലാക്കാനുള്ളൊരു രസമുണ്ടായിരുന്നു. അത് മാത്രമാണ് അടിസ്ഥാനപരമായിട്ട് ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്തത്. കാര്യങ്ങൾ
അത് പിന്നെ ചില വിഷയം ഇപ്പോൾ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഫിസിക്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ രസം കണ്ടുപിടിച്ചുകൊണ്ടാണ് ഞാൻ പതിയെ ഫിസിക്സിലേക്ക് തിരിയുന്നത്. +2 പഠിക്കുമ്പോഴാണ് സംഭവം. +1 കാലഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും ആ സബ്ജക്റ്റുകളെ അസച്ച് പഠിക്കാൻ തുടങ്ങും. അതൊരു അടിസ്ഥാന ശാസ്ത്രം എന്ന രീതിയിൽ പഠിക്കുന്നത്. അതിൻ്റെ ശരിക്കുള്ള അക്കാഡമിക് പ്രോസസ്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്, ഇതൊക്കെ ഒരു +1 ലെവലിലാണ് ഏത് സബ്ജക്റ്റ് ആയാലും. ഫിസിക്സ് എന്ന് പറഞ്ഞ വിഷയത്തിലൂടെ മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നപ്പോഴാണ് ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്നത്, ആ വഴിക്ക് തിരിയുന്നത്. ആ തിരിഞ്ഞ കൂട്ടത്തിൽ ഞാൻ കുറേ ചീത്തവിളിയും കേട്ടിട്ടുണ്ട്. അന്ന് ഈ സ്വാശ്രയ കോളേജുകളും എഞ്ചിനീയറിംഗ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെയൊക്കെ ആ ബൂം വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ +1 +2 പഠിക്കുന്നത്. അന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതാത്തതിന് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വരെ വ്യാഖ്യാനിച്ച ടീച്ചേഴ്സ് ഉണ്ട്. അത്രയും പേരുടെ വ്യാഖ്യാനം കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് പശ്ചാത്തപിക്കുന്നൊന്നുമില്ല, നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ അക്കാഡമി അതിലേക്ക് തിരിയുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഞാൻ വരുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന വർഷം ഞാൻ രജനി എസ് ആനന്ദിൻ്റെ ആത്മഹത്യ നടക്കുന്ന വർഷമാണ്. അപ്പം കോളേജിൽ നമ്മൾ ഗ്രനേഡ്, ടിയർ ഗ്യാസ് ഇതൊക്കെയാണ് നമ്മളെ വരവേൽക്കുന്നത്. മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ഈ ലോകത്ത് എന്തൊക്കെയാണ് നടന്നത്, പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കോളേജിലെ അക്കാഡമിക് അറ്റ്മോസ്ഫിയർ പഠിപ്പിക്കില്ല എന്നൊക്കെയാണ് ആൾ പൊതുവെ പറയുക. പക്ഷെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് പഠിക്കാനേ പറ്റുള്ളൂ. പഠിക്കാനുള്ള അവസരങ്ങളും ചുറ്റുപാടുകളും മനുഷ്യരെങ്ങനെ സയൻറ്റിസ്റ്റുമാരെയൊക്കെ ലൈഫായിട്ട് നേരിട്ട് ലൈഫ് ഉള്ള സയൻറ്റിസ്റ്റുമാരെ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ താണു പത്മനാഭൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അന്നാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നു അപ്പോഴാണ് ഇത്ര വലിയ പുലിയാണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്. കാരണം അദ്ദേഹം പഠിച്ച ക്ലാസ് നമ്മളിത് പഠിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ കുട്ടികളുടെ സംസാരിക്കുക. അപ്പം ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് നമ്മൾ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ആ മനുഷ്യനെ അന്ന് കണ്ടിരുന്നത്. കാരണം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുകയില്ല വലിയൊരു ബുക്ക് ഷോട്ടാണ് വരുന്നത് തോന്നുന്നില്ല. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതൊക്കെ എന്നെ സബ്ജക്റ്റ് തന്നെ പിടിച്ചു നിർത്തി. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് പല കാര്യങ്ങളും നാടകം അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ തല വെച്ചിട്ടുണ്ട്. പക്ഷെ ഫിസിക്സിനോടുള്ള ആ ഒരു ഇഷ്ടം അവിടെ നിന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും അത് എങ്ങനെയോ അതിൽ തന്നെ PhD ചെയ്തു. അപ്പോഴും ടീച്ചിങ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ തന്നെ അങ്ങ് പ്രൊഫഷനാക്കി. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പക്ഷെ മലയാളത്തിൽ സയൻസ് പറയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. പല വാക്കുകളെയും നമ്മൾ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഭയങ്കര ജോലിയാണ്. പക്ഷെ ലളിതമായി സയൻസ് പറയുന്നതിന് കുറച്ചൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുമായിരിക്കും. വൈശാഖൻ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ലളിതമായി സയൻസ് പറയുമ്പോൾ, വൈശാഖൻ പറയുമ്പോൾ ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിന് ഒരു പ്രാക്ടീസ് എത്രത്തോളം ഉണ്ട്? ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന പല സ്ഥലങ്ങളിലും ഈ പറയാറുണ്ട് ലളിതമായി സയൻസ്. ഞാൻ അങ്ങനെ ചെയ്യുന്നേ ഇല്ല. ഞാനിപ്പോൾ എനിക്ക് കട്ടൻ ചായ ഇടാൻ അറിയാമെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് കട്ടൻ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എനിക്കത് അറിയാം, ഞാനത് പറയുന്നു. അത് ലളിതമാക്കി പറയാം എന്നൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമവും എനിക്കില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയും. അത് എൻ്റെ നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിലാണ് ഞാനീ പറയാം. ഞാനീ പറഞ്ഞത് ഞാൻ കണ്ട സിനിമയുടെ കഥ പറയുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ. പക്ഷേ അത് ആ ക്ലാരിറ്റി എനിക്ക് ഉണ്ടെങ്കിലേ ഞാൻ പറയും. ഞാൻ മനസ്സിലാക്കുന്ന ക്ലാരിറ്റിയാണ് ആ ഇത് കൊണ്ടുവരുന്നതെന്നാണ്. ഞാൻ കേട്ട ഫാക്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളല്ല. എനിക്ക് ഒന്നും പറ്റില്ല, ഓർമ്മയില്ല, ഓർമ്മ നിൽക്കില്ല. എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഉള്ളത് ലോകത്തെക്കുറിച്ച്. അത് ഞാൻ പുതുതായിട്ട് മനസ്സിലാക്കുന്ന ഓരോ കാര്യവും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് മാറും. അങ്ങനെ ഒരു കഴിഞ്ഞൊരു 20 കൊല്ലമെങ്കിലും ഉള്ള ഒരു അക്യുമുലേഷൻ ഉണ്ട് എനിക്ക്. ഞാനിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് ലോകത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ അവ്യക്തമുള്ള ഏരിയകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പബ്ലിക്കിൽ ഞാൻ സംസാരിക്കില്ല. എനിക്ക് അവ്യക്തമുള്ളതുകൊണ്ട് തന്നെ പറയാം. പക്ഷെ ഞാനത് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാനത് ശ്രമിക്കും. കൂടുതൽ ക്ലാരിറ്റി വരുന്നത് അത് പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ അതിൻ്റെ സഹായത്തോടെ. ബുക്കിൽ കിട്ടാത്തത് ഇൻ്റർനെറ്റിൽ കിട്ടുന്നു. ഇപ്പോൾ ChatGPT കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൊരു രസം തോന്നുന്നുണ്ട്. അപ്പം ഞാനത് ചെയ്യും. മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുന്നതിലും എനിക്ക് രസമുണ്ട്. അപ്പം ഞാനത് ചെയ്യും. ലളിതമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പോ പറയാൻ തയ്യാറെടുക്കും. അത് ലളിതമാക്കി പറയാനായിട്ടൊരു തയ്യാറെടുപ്പില്ല. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ. അപ്പം ഞാൻ നാച്ചുറലി മറ്റു ഏതൊരു കാര്യവും അറിയാവുന്ന കാര്യം പറയുന്നത് പോലെ ഒരു അടുത്ത ജംഗ്ഷനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെ. പിന്നെ ലളിതമാക്കാനല്ലെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നാടകത്തിലും ഒക്കെ അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വരുന്ന സ്ട്രെസ്സ്, അതൊക്കെ എങ്ങനെയാണ് അർത്ഥം മാറ്റുന്നത്, ഇതൊക്കെ ഞാൻ കുറച്ച് പ്രത്യേകിച്ച് ഈ മറ്റേ സ്റ്റാനിസ്ലാവ്സ്കി ആക്ടിങ്ങിനെ കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് പുച്ഛമാകുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ആസ്വദിക്കുന്നതാണ്. ഒരാളിങ്ങനെ ഈ ഒരു ഇരുത്തം വന്നൊരു നടൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ
അദ്ദേഹം ഈ അഭിനയത്തിൻ്റെ വെല്ലുവിളികളെ കുറിച്ചോ ഒരു പ്രത്യേക ആശയം എങ്ങനെ ഒരാളെ ചവിട്ടുന്നു, അയാൾ വീഴുന്നത് കാണിക്കുന്നില്ല, പക്ഷെ അയാൾ വീഴുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നു, അതെങ്ങനെയാണ്? നമുക്ക് സിനിമയിൽ ശരിക്കും വണ്ടറാണ് നടക്കുന്നത്, നമ്മൾ കാണുന്നില്ലല്ലോ നമുക്ക്. പക്ഷെ അത് നമ്മളങ്ങ് കാണണം, അയാൾ ഫീൽ ചെയ്തു. മമ്മൂട്ടി കവിയൂർ പൊന്നമ്മയടുത്ത് എന്തെങ്കിലും സംസാരിച്ച് കരയുമ്പോൾ മമ്മൂട്ടിയും കവിയൂർ പൊന്നമ്മയാണ് എന്നുള്ളത് നമ്മൾ മറന്നിട്ട് ഒരു അമ്മയും മകനുമാണ്, നമുക്കറിയാമല്ല. അല്ല, അത് അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കൗതുകം ലേശം കൂടുതലായിരുന്നു, ഇങ്ങനത്തെ കൗതുകങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ബോധവടാണ്. നമ്മൾ പറയുന്ന ആള് നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേപ്പബിൾ ആണോ? കേപ്പബിൾ ഇൻ ദ സെൻസ് അയാളുടെ കഴിവല്ല, അയാൾക്ക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം അറിയാം, അത് അറിഞ്ഞിട്ടേ സംസാരിക്കാവോ. അയാൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് അസ്യൂം ചെയ്തിട്ട് സംസാരിക്കുക. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അയാൾക്കും അറിയാവുന്ന അസ്യൂം ചെയ്തിട്ട് സംസാരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമില്ല. ഞാൻ അത് അങ്ങനെയുള്ളത്ര ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടല്ല, ജനറലി ആ കൺസേൺ എനിക്കുണ്ട്. സംസാരിക്കും അത് ഇഫ് യു ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ്, ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്ന അപ്പുറത്തെ ആളിന് കിട്ടുമ്പോഴാണ്, പറഞ്ഞു കഴിയുമ്പോഴല്ല. ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ട് പോയാൽ പഠിപ്പിക്കാതാവില്ല, കുട്ടി പഠിക്കുമ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്. പാചകം ചെയ്ത് വിളമ്പുമ്പോഴല്ല പണി കഴിയുന്നത്, കഴിച്ചു കഴിഞ്ഞിട്ടാണ്. നമ്മൾ പക്ഷേ പൊതുവെ നമ്മുടെ ഒരു കൾച്ചറൽ പ്രാക്ടീസിൽ അതില്ല. നമ്മൾ ഈ വിളമ്പുന്നിടത്ത് പാചകം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഒരു രീതി. ഞാൻ അതിൽ നിന്ന് ഇച്ചിരി മാറിയാണ് നിൽക്കുന്നത്. ഞാൻ ആളിന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ ഒരു നിലപാട്. അങ്ങനെ തന്നെ തുടരുക. വൈശാഖൻ ഇനിയും ശാസ്ത്ര പ്രചാരകനായിട്ട് ഞങ്ങളെയൊക്കെ ശാസ്ത്രബോധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നന്ദിയുണ്ട് വൈശാഖ, സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഇനിയും തുടരും കേട്ടോ. സന്തോഷം. താങ്ക് യു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.